പവിത്ര സീരിയലിന്റെ 30ാമത്തെ എപ്പിസോഡാണ്. അവിടെ അരവിന്ദൻ ചേട്ടൻ 2 ഗ്ലാസ് ചായ ഉണ്ടാക്കി മാഷെ കൂടെ അങ്ങോട്ട് ചായ കുടിക്കാൻ വിളിക്കും. അങ്ങനെ ഇവർ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ മാഷെ ഭാര്യയെക്കുറിച്ചൊക്കെ ചോദിക്കാട്ടോ. അപ്പം അരവിന്ദേട്ടൻ പറയും മാഷിൻ്റെ അവസ്ഥ തന്നെ, പക്ഷേ അതിനൊരു വ്യത്യാസമുണ്ട്. ആമിക്ക് 2 വയസ്സായപ്പോഴേക്കും അവൾ ഞങ്ങളെ വിട്ടുപോയി. എങ്ങനെയാണ് മരിച്ചതെന്ന് എല്ലാം വിശദീകരിച്ച് പറയട്ടോ. ആൾക്ക് ക്യാൻസർ വന്നിട്ട് അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 4th സ്റ്റേജ് എത്തിയപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെയാണ് അവരുടെ ആമിയുടെ അമ്മ മരിച്ചത് കേട്ടോ. ആ സങ്കടം ഇങ്ങനെ മാഷോട് പറയുമ്പോൾ മാഷു പറയും, ആണുങ്ങൾ ജീവിച്ചിരിക്കെ അവരുടെ ഭാര്യമാർ മരിച്ചു പോകുന്നതിലും വലിയ ദുരന്തം ഒന്നുമില്ല അരവിന്ദ. അവരുള്ളപ്പോൾ നമ്മൾ വീരശൂര പരാക്രമികളായിരിക്കും. തൊട്ടതിനും പിടിച്ചതിനും കുറ്റവും വഴക്കുമായിരിക്കും. പക്ഷെ അവരില്ലാണ്ടാവുമ്പോഴാണ് നമ്മൾ എത്രത്തോളം നിസ്സഹായരാണെന്ന് നമുക്ക് മനസ്സിലാകുക. പരിചിതമായ ലോകം പെട്ടെന്ന് അവർക്ക് അപരിചിതമായി പോകും. അപ്പോൾ അരവിന്ദേട്ടൻ പറയും, ശരിയാ മാഷെ, ഗീതയുടെ അവസ്ഥ എനിക്കും. ഞാൻ വേഗം മരിച്ചു പോയതായിരുന്നെങ്കിൽ ആമിയെ കുറച്ചുകൂടെ നന്നായി നോക്കാൻ അവൾക്ക് കഴിയായിരുന്നു. ഇതിപ്പോൾ ആമി പതിയെ പതിയെ ഉൾവലിഞ്ഞു പോയി. അന്നാദ്യം ഞാൻ ഒഴിവാക്കിയത് ആ ജോലിയായിരുന്നു. അപ്പോൾ മാഷ് പറയും, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അവളുടെ വിവാഹം, അവളെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാൾ കിട്ടണം, നല്ലൊരു പയ്യൻ വരണം. മാഷു പറയും, അതൊക്കെ സമയത്ത് നടന്നോളും, സമാധാനമായിട്ടിരുന്നോളൂ. അങ്ങനെ അവർ ചായ കുടിക്കാട്ടോ. അപ്പോൾ അരവിന്ദനേട്ടൻ പറയും, ഞാൻ ചോദിക്കുന്നതിൽ തെറ്റൊന്നും തോന്നരുത്. അത് ശരിയല്ലെങ്കിൽ അപ്പം തന്നെ വിട്ടേക്കണം. ഈ സമയം ഇവരറിയാതെ ആമി അങ്ങോട്ട് വരുന്നത് ഇവർ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ അരവിന്ദേട്ടൻ പറയും, മാഷിന്റെ മകൻ വിക്രമിന് വേണ്ടി ആമിയൊന്ന് ആലോചിച്ചാലോ. ഇത് കേൾക്കുമ്പോൾ മാഷ് ആകെ ഷോക്കാവും. ആമിയും ഞെട്ടുന്നുണ്ട്. അല്ല, പെട്ടെന്നൊരു തീരുമാനം വേണ്ട, എന്റെ മനസ്സ് തോന്നിയത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മാഷൊന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ ആമി അറിയാത്ത പോലെ അങ്ങോട്ട് വരും. എന്താ, രണ്ടുപേരും എന്തോ സീരിയസ് ചർച്ചയിലാണെന്ന് തോന്നുന്നു. എന്താ വിഷയം? മാഷു പറയും, ഞങ്ങള് വെറുതെ ഇങ്ങനെ. നീ ഇന്ന് നേരത്തെയാണല്ലോ. ആമയ്ക്കും ചായ വേണോ നിങ്ങക്ക്? ഞങ്ങൾ ഉണ്ടാക്കി. ആമി പറയും, ഗുഡ് ബോയ്സ്, എന്നാ ഞാനൊരു ചായ ഉണ്ടാക്കട്ടെ. ആമി പോകുമ്പോ അച്ഛൻ പറയും, എന്നാ പിന്നെ ഓരോ ചായ ഞങ്ങൾക്കും എടുത്തോ. ആമി പോയി കഴിഞ്ഞാ അരവിന്ദേട്ടൻ ചോദിക്കും, അവള് കേട്ടിട്ടുണ്ടാവില്ലല്ലോ മാഷെ. മാഷു പറയും, ഉണ്ടാവില്ല. അരവിന്ദേട്ടൻ പറയും, അച്ഛനെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചതെന്ന് ചോദിച്ചാൽ അവൾ എന്നെ ഇട്ട് പൊരിക്കുവേ. ഇതെല്ലാം ആമി കേൾക്കുന്നുണ്ട്. ആമി ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം വീട്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കാട്ടോ. അപ്പൊ അങ്ങോട്ട് ഷീല വരും. ചായ എടുത്തരാന്ന് പറഞ്ഞിട്ട് ഷീല അകത്തേക്ക് പോവാട്ടോ. അപ്പോ തരുൺ വിളിക്കാട്ടോ, മോളുടെ സ്കൂള് കിട്ടോ? അറിയില്ല. ഇത് കേൾക്കുമ്പോ തരുണാകെ ദേഷ്യം വരും. അപ്പൊ താനെവിടെയാ? വീട്ടില്. താനെന്താ അവിടെ വന്ന് നിൽക്കുന്നത്? തനിക്ക് വീട്ടിൽ എന്തെങ്കിലും ജോലിയുണ്ടോ? വിക്രം പറയും, അതല്ല മോള് പിന്നെ അവിടെ നിക്കണ്ടെന്ന് പറഞ്ഞു. സ്കൂളിലായതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് ഞാനും വിചാരിച്ചു. തരുൺ ചോദിക്കും, അതെങ്ങനെ താൻ തീരുമാനിച്ചു? സി വിശ്വം, അവളോടൊപ്പം താൻ വേണം. സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഞങ്ങളില്ലാത്തപ്പം മുഴുവനും. ഓ സാർ. തരുൺ പറയും, സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും പ്രത്യേക ശ്രദ്ധ വേണം. മനസ്സിലായി, ഞാൻ ഇപ്പൊ തന്നെ സ്കൂളിലേക്ക് പോകട്ടെ. അപ്പോൾ തരുൺ പറയും, വേഗം ആയിക്കോട്ടെ. അങ്ങനെ തരുൺ ഫോൺ കട്ട് ചെയ്ത് വിക്രം പോകാൻ തുടങ്ങുമ്പോഴേക്കും സ്കൂൾ ബസ് അങ്ങോട്ട് വരും. സേതുമ്മ മോളെ കൂട്ടി അങ്ങോട്ട് വരും കേട്ടോ. അങ്ങനെ ഇറങ്ങി വരുമ്പോഴും ഗൗരിമോൾ ഒരിക്കും, ഇയാൾ പോയില്ലേ? അമ്മയ്ക്കും സ്കൂൾ വിടുന്നതിന് മുമ്പേ എന്താ അങ്ങോട്ട് പോകാണ്ടിരുന്നേ? വിക്രം പറയും, ടൈം എനിക്കറിയില്ലായിരുന്നു. സേതുലമ്മ പറയും, ഇനി തരുണങ്ങാണ് ഇതറിഞ്ഞ ഇപ്പൊ വിളിച്ചിരുന്നു, ഞാൻ പറഞ്ഞു. സേതുലക്ഷ്മിക്കും, എന്നിട്ടോ? വിക്രം പറയും, നാളെ തൊട്ട് എങ്ങനെയാ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുന്ന ഗൗരി, ഷോ, നാളെ തൊട്ട് ഇയാൾ ഫുൾ ടൈം ഉണ്ടാവും. ഇത് കേൾക്കുമ്പോൾ വിക്രമും അമ്മയും ചിരിക്കും. സേതുമ്മ മോളെ പിന്നാലെ പോകും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഷീല വിക്രമിന് ചായ ഉണ്ടാക്കി കൊണ്ടുപോകാട്ടോ. ഇത് കാണുമ്പോൾ മറ്റേ ആൾക്ക് പിടിക്കുന്നില്ല. ഇതെങ്ങോട്ടാ? ചായ കൊടുക്കാനാ? നേരത്തെ അല്ലേ ചായ കൊടുത്തത്? അത് കട്ടനായിരുന്നു. ഇപ്പൊ പാല് വാങ്ങിച്ചു വന്നപ്പോ ഒരു കടുപ്പത്തിൽ ഒരെണ്ണം കൊടുക്കാന്ന് കരുതി എന്ന് പറഞ്ഞ് വിക്രമിന് ചായ കൊണ്ടുവന്ന് കൊടുക്കാട്ടോ. വിക്രം പറയും, നേരത്തെ അല്ലേ ഒരെണ്ണം കുടിച്ചത്? അത് പാലുണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പൊ വിക്രം അത് വാങ്ങിച്ച് കുടിക്കാട്ടോ. മുഴുവൻ പേരെന്താ? വിക്രം എന്ന് പറയാൻ തുടങ്ങുമ്പോൾ പറയും, വിശ്വനാഥൻ. എൻ്റെ പേര് ശൈലജ എന്നായിരുന്നു. ശൈല. പിന്നെ ഹിന്ദി സംസാരിച്ചു തുടങ്ങിയപ്പോൾ എല്ലാവരും വിളിച്ച് വിളിച്ച് അത് ഷീലയായി മാറി. പഴയ പേരായിരുന്നെങ്കിൽ വിശ്വനാഥ് ശൈലജ. നല്ല ചേർച്ചയല്ലേ? വിക്രം ഇത് കേൾക്കുമ്പോൾ തന്നെ എന്നുള്ള രീതിയിൽ നോക്കുക. വിക്രമിനോട് ചോദിക്കും, മുമ്പ് എന്തായിരുന്നു ജോലി? എത്ര കുട്ടികളെ നോക്കിയിട്ടുണ്ട്? ഇതൊക്കെ കേൾക്കുമ്പോൾ വിക്രം ചോദിക്കും, അറിഞ്ഞിട്ട് എന്തിനാ? അല്ല, വെറുതെ ഒരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. എന്ത് സംശയം? അല്ല, ഇവിടുത്തെ മാഡം ഒരു പ്രത്യേക ടൈപ്പാ. കുട്ടികളെ നോക്കണമെങ്കിൽ അത്രയും ശ്രദ്ധിച്ച് മാത്രമേ ആരെങ്കിലും ഏൽപ്പിക്കുള്ളൂ. നിങ്ങളെ പെട്ടെന്ന് എടുത്തതാണല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. അപ്പം അറിയാവുന്ന ആളാണെന്ന് തോന്നി. വിക്രം പറയും, ഞാൻ പോലീസിലാ, മതിയോ? അത് കേൾക്കുമ്പോൾ ശൈല പേടിക്കും. പോലീസോ? അതെ, കുട്ടിയെ നോക്കാൻ വേണ്ടി മാത്രമല്ല, അത്യാവശ്യം ചില കേസുകൾ കൂടെ അന്വേഷിക്കാൻ വന്നതാ. ഒന്നുമില്ല. വിക്രം പറയും, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം ശൈല നൽകേണ്ടി വരും. എന്ത് ചോദ്യങ്ങൾ? വിക്രം പറയും, അതൊക്കെയുണ്ട്. ഷീല പേടിച്ചു കേട്ടോ. അപ്പോഴേക്കും മറ്റേ ആൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടു നിന്നിട്ട് സഹിക്കുന്നില്ല. ഷീലേനെ വിളിക്കൂട്ടോ വേഗം. പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഷീല അവിടെ നിന്ന് പോകും.
അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഗൗരിമോൾ ചിത്രം വരയ്ക്കാട്ടോ. വിക്രമിന്റെ ചെമ്പുക ആണെന്ന് പറഞ്ഞിട്ട് ആ ഒരു മോഡലിലാട്ടോ വരയ്ക്കുന്നത്. വിൻഡോയിലൂടെ നോക്കുമ്പോൾ വിക്രം ആ വേഷത്തിൽ ചായ കുടിക്കണ പോലെ കുട്ടിക്ക് തോന്നുന്നത്. ഇത് കാണുമ്പോൾ മോള് പൊട്ടിച്ചിരിക്കും. ഈ സമയം സേതുവമ്മ മോൾക്ക് പാല് കൊണ്ടുവന്ന് കൊടുക്കൂട്ടോ. എനിക്കൊന്നും വേണ്ട പാല്, എനിക്ക് ചായ മതി. അയ്യോ, കുട്ടികൾ ചായ കുടിക്കാൻ പാടില്ല. അപ്പം മോള് പറയും, എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും കുടിക്കല്ലോ. പാല് കുടിച്ചില്ലെങ്കിലേ ദാ ആ ചെമ്പുകനെ വിളിക്കും, അയാളെ അടിക്കല്ല പിച്ച ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ മോള് പേടിക്കും. ശരിക്കും? ആ ശരിക്കും. ആ പകുതി കുടിക്കാം എന്നാല്. സേതു പറയും, പകുതി കുടിച്ചാൽ പകുതി വെച്ച് കിട്ടും. അപ്പോഴായിരിക്കും വേദ വിളിക്കുന്നത്. ആ ഹലോ മോളെ. ആ അമ്മ എങ്ങനെയുണ്ട്? ഇന്ന് ബോഡി ഗാർഡ് വന്നിട്ട്. അയ്യോ, അയാളൊരു പാവാന്ന് തോന്നുന്നു മോളെ. എന്ത് ചോദിച്ചാലും അധികം സംസാരിക്കത്തില്ല, എപ്പോഴും എന്തെങ്കിലും ആലോചിച്ചോണ്ടിരിക്കും. എന്തിനാണാവോ ഇങ്ങനെ ഒരു പാവത്താനെ പിടിച്ച് ബോഡി ഗാർഡ് ആക്കിയത്? അപ്പൊ ഗൗരിമോള് പറയും, പാവത്താനൊന്നല്ല, ചെമ്പുകനാ. ആ ഫോണിങ്ങിതാ എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിച്ച് വേദയോട് സംസാരിക്കാം. ശരിക്കും ചെമ്പുകന അമ്മേ, പാല് കുടിച്ചില്ലെങ്കിൽ എന്നെ പിച്ചിക്കൊല്ലുന്നു ഇപ്പൊ അച്ഛമ്മ പറഞ്ഞതേ ഉള്ളൂ. വേദ ചിരിച്ചിട്ട് പറയും, അങ്ങനെയൊന്നും ഇല്ല മോളെ, ചെമ്പുകൻ പിച്ചിക്കൊല്ലും. വേദ പറയും, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നേ അമ്മ പറഞ്ഞോളാം. ഇപ്പൊ പറയണം. അപ്പൊ വേദയ്ക്കും ഇപ്പോഴോ? ആ പാല് കുടിച്ചില്ലെങ്കിൽ പിച്ചരുതെന്ന് പറഞ്ഞാൽ മതി. ശരി, ഫോൺ കൊടുക്ക്, അമ്മ പറയാം എന്ന് കേൾക്കലും മോളെ വിക്രത്തിന്റെ അടുത്തേക്ക് പോവാ. ഇതാ അമ്മ സംസാരിക്കട്ടോ, ഞാൻ ഫോണ് കൊടുക്കട്ടെ. ആ എന്ന് വേദ പറയാൻ തുടങ്ങുമ്പോഴേക്കും അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് പറയും, മാഡം റവന്യൂ മിനിസ്റ്റർ വരുന്നുണ്ട്. അതിൽ വേദ പറയും, മോളെ അമ്മ പിന്നെ വിളിക്കാട്ടോ എന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്യും. മോളൊട്ടും പ്രതീക്ഷിച്ചില്ല. വിക്രത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഷോ അമ്മ കട്ട് ചെയ്തു. പാല് കുടിച്ചില്ലെങ്കിൽ പ്രശ്നമാവെന്ന് അമ്മയ്ക്ക് അറിയാം, അതാ കുടിക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോ മോള് വിക്രമിനെ നോക്കാട്ടോ. സേതുവമ്മ പറയും, നോക്കണ്ട പിച്ചു അല്ലേ, ഇത് കുടിക്കണ്ടേ? വിക്രം പറയും, പിന്നെ കുടിച്ചേ പറ്റൂ. അങ്ങനെ മോള് പേടിച്ചുകൊണ്ടാട്ടോ വിക്രമിനെ നോക്കിക്കൊണ്ട് ആ പാല് കുടിക്കുന്നത്. കുട്ടി നോക്കുമ്പോഴൊക്കെ ചെമ്പൂകനടുത്തേക്ക് വരുന്നത് പോലെ തോന്നും കേട്ടോ. വിക്രം ഇങ്ങനെ നോക്കി ചിരിക്കണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് മാഷും അരവിന്ദേട്ടനും ആമയും കൂടെ ചീട്ട് കളിക്കാം. മാഷു പറയുന്നുണ്ട്, കളി വശല്ലെന്ന്. ആമ അറിയും, അതൊക്കെ ഞാൻ എക്സ്പെക്ട് ആക്കി തരാം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ബൈക്ക് വരുന്ന ശബ്ദം കേൾക്കുന്നത്. വിക്രമാണെന്ന് തോന്നുന്നു. മാഷ് എണീക്കാൻ തുടങ്ങുമ്പോൾ ആമി പറയും, ഞാൻ പോയി നോക്കാം. അങ്ങനെ പുറത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ വിക്രം ഇങ്ങനെ ചുറ്റി പോകാൻ തുടങ്ങുക കേട്ടോ. ബാക്കിലല്ലേ അവരുടെ ഡോറ്. അതെ ഇവിടെ മാഷ് ഇവിടെ ഉണ്ട്. അപ്പോൾ വിക്രം മുന്നിലൂടെ തന്നെ കയറും കേട്ടോ. അങ്ങനെ ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ അച്ഛൻ ഇതൊന്നും പതിവില്ലല്ലോ. ആമി അറിയും, വയസ്സാങ്കാലാവുമ്പോൾ ഞാനെല്ലാം പഠിപ്പിച്ച് റെഡിയാക്കിക്കോളാം. അല്ല എന്തായി മേയ്ക്കാൻ പോയിട്ട്? മേയ്ക്കാനോ? ആമി പറയും, അതെ, ഒരു തരത്തിൽ കൂടെ നടന്ന് കുട്ടിയെ മേയ്ക്കലാണല്ലോ പണി. വിക്രം പറയും, ഓ അങ്ങനെ. മാഷ് വയ്ക്കും, മോളെങ്ങനെയാ, കുറുമ്പിയാണോ? വിക്രം പറയും, പിന്നെ നല്ല പത്രമാറ്റു കുറുമ്പിയാ. അവളെന്നെ കണ്ടതേ അവൾക്കെതിരായിട്ട് കയറി ചെന്നൊരാളായിട്ടാ. അതിന്റെ ഒരു പ്രശ്നം അവൾക്കുണ്ട്. ചെന്നപാടെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ? പതിയെ റെഡിയാവും. ആമി പറയും, അപ്പൊ ഞാൻ പറഞ്ഞത് അച്ചട്ടായി. ശരിക്കും മേക്കല് തന്നെയാ പരിപാടി. വിക്രം മാഷോട് പറയും, പിന്നെ നാളെ മുതൽ എന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അച്ഛനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാലോ അല്ലേ? എന്ന് വെച്ചാൽ? വിക്രം പറയും, ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും വീക്കെൻഡിലേ വരാൻ പറ്റുള്ളൂ എന്ന്, വീക്ക് ഡേയ്സിലൊക്കെ അവിടെ ഉണ്ടാവണമെന്ന്. ആമി പറയും, ഇതൊരുമാതിരി ഹോം നേഴ്സിനെ നിർത്തുന്ന പോലെയല്ലോ. അരവിന്ദേട്ടൻ പറയും, അപ്പൊ അവരുടെ വീട്ടിൽ താമസിക്കേണ്ടി വരില്ലേ? ഔട്ട് ഹൗസ് ഉണ്ടോ? അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. വിക്രം പറയുമ്പോൾ മാഷ് വയ്ക്കും, രാത്രിയും പകലും അവിടെ നിൽക്കണം എന്നാണെങ്കിൽ ആ പണി വേണോ വിക്രം? വിക്രം പറയും, എന്തായാലും ആൻഡ്രൂ സാറിനോട് ഏറ്റുപോയതല്ലേ അച്ഛാ, കുറച്ചുനാൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒഴിവുകേട് പറഞ്ഞിട്ട് പോരാം, അതല്ലേ നല്ലത്. മാഷ് പറയും, ആ കുട്ടിയുടെ അച്ഛനോടും അമ്മയോടും നീ എല്ലാം വ്യക്തമായി പറയണം. ഇങ്ങനൊരു ഫുൾ ടൈം ജോലിയല്ല പ്രതീക്ഷിച്ചതെന്ന് അറിയിക്കണം. വിക്രം പറയും, എന്തായാലും അടുത്ത ആഴ്ച കാണുമല്ലോ, അപ്പൊ പറയാം. ആമയ്ക്ക് ഇന്ന് കണ്ടില്ലേ? വിക്രം പറയും, ഞാൻ ചെല്ലുമ്പോൾ ആ കുട്ടിയുടെ അച്ഛനെ ഉണ്ടായിരുന്നുള്ളൂ. തമിഴ്നാട്ടിൽ എവിടെയോ സബ് കളക്ടർ എന്തോ ആണ്. ഞാൻ എത്തുമ്പോഴേക്കും അത്യാവശ്യമായിട്ട് അവര് പോയി. മാഷ് എന്തോ ആലോചിച്ചിരിക്കണേ. വിക്രം ചോദിക്കും, എന്തു പറ്റി അച്ഛന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നേ? മാഷ് പറയും, ഇങ്ങനെ രാവും പകലും ഒരു വീട്ടിൽ നിന്ന് മാറാതെ ഉള്ള ജോലി എന്ന് പറയുമ്പോ. വിക്രം പറയും, സാരമില്ല അച്ഛാ, ആ കുട്ടിയെ ഡീൽ ചെയ്യുന്നതിലെ ഒരു രസമൊക്കെ ഉണ്ട്. അച്ഛൻ കരുതുന്ന പോലെ ഇത് അത്രയ്ക്ക് ബോറിന് ഏർപ്പാടല്ല. ചെറുപ്പത്തിലെ അപ്പോൾ നമ്മുടെ വീട്ടിൽ വരാറുള്ളത് ഓർമ്മയില്ലേ? എവിടെയോ അതുപോലെയൊക്കെ ഒരു ഫീല്, നമ്മുടെയൊക്കെ അടുത്തൊരാളെ പോലെ തോന്നല്. എന്നാ സാറിരിക്കേ, നമുക്കൊരു റൗണ്ട് ഇരിക്കാം. വിക്രം പറയും, അയ്യോ ഇല്ല, നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അരവിന്ദൻ പറയും, എങ്കിലും ഇവിടുന്ന് കഴിക്കാം. മാഷ് പറയും, വേണ്ട അരവിന്ദ, ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആമേറിയും, എങ്കിച്ചില്ലേ, ഞാൻ കുറച്ച് കറിയായിട്ട് വരാം. മാഷ് പറയും, വേണ്ട മോളെ, അവിടെ ഇരിപ്പുണ്ട്, ഇത്തിരി കറിയല്ലേ, സാരമില്ല എന്ന് പറയുമ്പോൾ മാഷും വിക്രമും ചിരിച്ചിട്ട് അവിടെ നിന്ന് പോട്ടോ. അവിടെയാണ് ഈ പാർട്ട് കഴിയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലെ പ്രൊമോ ആയിട്ട് ഉടൻ വരുന്നതാണ്. റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക്